ഇന്നത്തെ പരീക്ഷണം ഒരു ചാള ഫ്രൈ ആണ് കേട്ടോ. കുഞ്ഞു ചാള വെച്ച് എന്തൊക്കെ പരീക്ഷണങ്ങൾ. അപ്പം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാള ഫ്രൈക്ക് ഞാനൊരു പേര് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽ സ്റ്റൈൽ ചാള ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് ഇതിൻ്റെ മസാല. സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ലല്ലോ. അങ്ങനെ ഒന്ന് വറുത്ത് നോക്കാം. പരീക്ഷണമാണ് കേട്ടോ, ജീവിതം തന്നെ ഒരു പരീക്ഷണമല്ലേ. ആ മസാല കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ കുഴച്ചെടുത്തു. അപ്പോൾ വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ വെള്ളമാണ് ചേർത്തത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാല ഞാൻ മീൻ നന്നായിട്ടങ്ങ് പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞ് കുറച്ച് പണി കൂടിയുണ്ട്. ചാള ഇവിടെ വറുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി എന്നാ അമ്മ ചെയ്യണേ? ഇനി നമ്മൾ നേരത്തെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അത് നമ്മൾ ഇതിനകത്ത് മൂപ്പിച്ചെടുക്കുക. പക്ഷെ ഉണ്ടല്ലോ, ശരിക്കും ഇതിനകത്ത് വെളുത്തുള്ളിയും കൂടെ ഇടേണ്ടതാണ്. പക്ഷെ നമ്മുടെ വെളുത്തുള്ളി തീർന്നു പോയി. ഒരു മിനിറ്റ്. അപ്പോൾ ഇതേ ആകെയുള്ള വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, ഇത്ര വെളുത്തുള്ളി ഉള്ളായിരുന്നു. അപ്പോൾ കൂടുതൽ വെളുത്തുള്ളി ഇടണം കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ഇതിടുക മസാല. ഇത് നമ്മൾ ആദ്യം ഞാൻ കാണിച്ചായിരുന്നു ഒരു മസാല, നമ്മൾ ഈ മറക്കാനെടുത്ത മസാല തന്നെ. അങ്ങനെ നന്നായിട്ട് തീ കുറച്ച് വെച്ചാൽ മതിയേ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഇച്ചിരി ഒന്ന് നന്നായിട്ട് ഇച്ചിരി മൂക്കട്ടെ കേട്ടോ. ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മസാല നന്നായിട്ട് മൂത്ത് വരണം. അയ്യോ, കുറച്ച് വെള്ളം ഒഴിക്കുവാണേ. കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചില്ലേ നമ്മുടെ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അങ്ങ് തിളച്ച് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ ചാള ഇടും. അയ്യോ, ഇപ്പോൾ താഴെ പോയത് വറുത്ത് വെച്ച് ചാള ഇടുവാണേ. ഇതൊന്നും ചെയ്യണം, ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, അറിയാമെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചാള പൊടിഞ്ഞു പോകും. മറിച്ചിട്ട് അറിയാവുന്നവരാണ് അങ്ങനെ ചെയ്തത്. എനിക്കറിയില്ല, കാരണം ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ബൈ.